വംശീ വിഭൂഷിതകരാൽ നവനീരദാവാൽ പീതാംബരാൽ അരുണബിംബബലാധരോഷ്ടാൽ പൂർണേന്ദു സുന്ദരമുഖാൽ അരവിന്ദനേത്രാൽ കൃഷ്ണാത്പരം കിമപി തത്വമഹം ന ജാനേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സദ്ഗുരുഭ്യോ നമഃ. ശ്രീമദ്ഭാഗവതം ദശമസ്കന്ധം പൂർവാർദ്ധം ചതുർവിംശോധ്യായ 24-ാമത്തെ അധ്യായം. ശ്രീശുകൗവാച ഭഗവാനവിതത്രൈവ ബലദേവേന സംയുത അപശ്യന്നിവസൻ ഗോപൻ ഇന്ദ്രയാഗകൃതോദ്യമൻ തദഭിജ്ഞോപി ഭഗവാൻ സർവാത്മാ സർവദർശന പ്രശ്രയാവനതോ വൃച്ഛൽ വൃദ്ധാൻ നന്ദപുരോഗമൻ. ശ്രീ ശിവബ്രഹ്മർഷി പരീക്ഷത്തിനോട് കഥ തുടരുകയാണ്. വിപ്രപത്നി അനുഗ്രഹമാണ് കഴിഞ്ഞ അധ്യായത്തിലുണ്ടായത്. ഇനി ഭഗവാൻ ആ ദേവേന്ദ്രൻ്റെ അഹങ്കാരത്തിനെ ഒന്ന് ശമിപ്പിക്കണം, അതിനെ നിയന്ത്രിക്കണം എന്നുള്ള ഭാവത്തിൽ ആ ഗോവർദ്ധനോദ്ധാരണ ഇന്ദ്രയജ്ഞത്തിനെ മുടക്കിയിട്ട് അത് കഴിഞ്ഞ് ഗോവർദ്ധനോത്സവം നടത്താൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകളൊക്കെയാണ് ഈ അധ്യായത്തിൽ പറയുന്നത്. എന്താണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ബലദേവേന സംയുത ബലരാമസമേതനായിട്ട് ഗോകുലത്തിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ഗോപന്മാരെല്ലാവരും കൂടി കേമായിട്ട് ഒരു ഇന്ദ്രയാഗത്തിന് പുറപ്പെടുന്നതായിട്ട് കണ്ടു. അതറിയുന്ന ആളാണ് ഭഗവാൻ. സർവാത്മാവാണ്, സമദർശനനാണ്. അങ്ങനെയുള്ള ഭഗവാൻ എന്നിട്ടും പ്രശ്രയ അവരതോ വൃച്ഛൽ വൃദ്ധാൻ നന്ദപുരോഗമൻ ആ വളരെ ബഹുമാനത്തോടുകൂടി ആ തൊഴുതുകൊണ്ട് വിനയാന്വിതനായിട്ട് ആ നന്ദഗോപരെ മുന്നതായിട്ടുള്ള വൃദ്ധന്മാരോട് ഇങ്ങനെ ചോദിച്ചു. എന്ത്? കഥ്യതമ്മേ പിതർക്കോയം സംഭ്രമോ ഉപാഗത കിം ഫലം കസ്യ ചോദ്ദേശ കേന വാ സാധ്യതേ മഖ. അല്ലയോ പിതാവേ, ഭവന്മാർക്കെല്ലാം ഉപാഗത അയം സംഭ്രമ വന്നു ചേർന്നിട്ടുള്ള ഈ തിരക്ക് പിടിച്ചിട്ടുള്ള ഈ ഓട്ടം എന്തിനു വേണ്ടിയിട്ടാണ്? മേ കഥ്യതാം എന്നോട് പറഞ്ഞാലും കസ്യ ഉദ്ദേശ അത് ആരെ സങ്കല്പിച്ച് കേനവാ ആരാൽ എന്ത് ദ്രവ്യം കൊണ്ട് സാധ്യതേച്ച നടത്തേണ്ടതാണ് ഫലം അതിൻ്റെ ഫലം എന്താവും? ഇങ്ങനെയെല്ലാം ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു തരണം. അതായത് ആർക്ക് ഉദ്ദേശിച്ചിട്ടാണ് യജ്ഞം നടത്തുന്നത്, ആരാണ് അതിൻ്റെ ഇതൊക്കെ വഹിക്കണത്, അതിൻ്റെ ആവശ്യം എന്താണ്, അതിൻ്റെ ഫലം എന്താണ് എന്നൊക്കെ അങ്ങനെയുള്ള എല്ലാ സംശയങ്ങളും തീർത്തു തരണം എന്നാണ് പറയുന്നത്. ഏതൽ ബ്രൂഹി മഹാൻ കാമോ മഹ്യം ശുശ്രൂഷവേ പിത നഹി ഗോപ്യം ഹി സാധൂനാം കൃത്യം സർവാത്മനാമിക അസ്ത്യസ്വപരദൃഷ്ടീനം അമിത്രോദാസ്തവിദ്വിഷം ഉദാസീനോരിവൽ വർജ്യ ആത്മവൽ സുഹൃദുച്യവേ. ഏ പിതാവേ ശുശ്രൂഷവേ മഹ്യം ഏതൽ ബ്രൂഹി. ഞാൻ കേൾപ്പാൻ ആഗ്രഹിച്ചുകൊണ്ട് ജിജ്ഞാസയോട് കൂടിയിട്ടാണ് ഞാനിത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് എനിക്കത് പറഞ്ഞു തരൂ. കാരണം അറിയാൻ എനിക്ക് മഹാൻ വലുതായ ആഗ്രഹമുണ്ട്. കാരണം ഇഹ സർവാത്മനാം ഈ ലോകത്തിലെ സർവത്ര ആത്മാവിനെ ദർശിക്കുന്നവരും അസ്വപരദൃഷ്ടീനം താനെന്നും അന്യനെന്നുള്ള ഭേദദൃഷ്ടി ഇല്ലാത്തവരും അമിത്രോദാസ്ത വിദ്വിഷാം ബന്ധു ഉദാസീനൻ ശത്രു ഇങ്ങനെ 3 ഭാവത്തിൽ ആരുമില്ലാത്തവരുമായ സാധൂനാം സജ്ജനങ്ങൾക്ക് ഗോപ്യം രഹസ്യമായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള യാതൊരു കൃത്യവും നഹി അസ്ഥി ഉണ്ടാകയില്ലല്ലോ. ഉദാസീനായവൻ അരിവൽ ശത്രുവെപ്പോൾ വർജ്യനാണെന്നും സൗഹൃദമുള്ളവൻ ആത്മവൽ തനിക്ക് തുല്യനായി കരുതപ്പെടേണ്ടവനാണെന്നും ഉച്യതേ പറയപ്പെടുന്നു. ജ്ഞാത്വാ ച കർമാണി ജനോയമനുതിഷ്ഠതി വിദുഷ കർമ്മസിദ്ധിസ്യാൽ തഥാ നാവിദുഷോ ഭവേൽ. അയം ജന ഇവരിൽ ചില ജനങ്ങള് ജ്ഞാത്വ വിവരമുള്ളവരോട് ചോദിച്ച് കാര്യം മനസ്സിലാക്കിയിട്ടും
അജ്ഞാത്വാച ചിലര് അപ്രകാരം മനസ്സിലാക്കാണ്ടേയും കർമാണി അനുതിഷ്ഠതി പല തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്തു വരാറുണ്ട്. ചിലർ അത് അറിവുള്ളവരോട് ചോദിച്ച് എന്താ അതിൻ്റെ ഉദ്ദേശം എന്ന് ചോദിച്ച് മനസ്സിലാക്കി ചെയ്യും. വേറെ ചിലർ അറിയാണ്ട് ചെയ്യും. വിദുഷ എന്നാൽ കാര്യം അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ആൾക്കാർ കർമ്മസിദ്ധി എത്ര തന്നെ കർമ്മഫലം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ അവിദുഷ അറിയാതെ ചെയ്തവന് തഥാ ന ഭവേൽ അപ്രകാരം ഉണ്ടായിന്ന് വരില്ല. അതായത് നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൻ്റെ ഉദ്ദേശവും അതിൻ്റെ ഫലത്തിനെ പറ്റിയൊക്കെ വേണ്ട രീതിയിൽ അറിഞ്ഞാണ് നമ്മൾ ആ പ്രവൃത്തി വേണ്ട രീതിയിൽ ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ ഫലം കൂടുതൽ ഉണ്ടാൻ സാധ്യത ഉണ്ടെന്നാണ് ഭഗവാൻ പറയുന്നത്. അറിയാണ്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, അതുകൊണ്ട് ഫലം കിട്ടിയില്ല എന്നുള്ള മാതിരി ഉള്ളൂ എന്നാണ്. ഈ ന്യായശാസ്ത്രപ്രകാരമുണ്ട് ലോകത്തിൽ എന്തും 3 തരത്തിൽ പെടും. ഹേയം എന്ന് വെച്ചാൽ സ്വീകരിക്കാൻ പാടില്ലാത്ത, ഉപാധേയം എന്ന് പറഞ്ഞാൽ സ്വീകാര്യം, ഉദാസീനം അഥവാ അതിനെ പറ്റി ശ്രദ്ധിക്കാത്ത. ഇങ്ങനെ അതാണ് ഈ 3 തരത്തിൽ പറഞ്ഞില്ലേ. ഹേയം ശത്രുക്കളായിട്ടുള്ള ആൾക്കാരെ അസ്വീകാര്യന്മാരാണ്, അതുമാതിരി സ്വീകാര്യന്മാരാണ് ഉപാധേയം, ഉദാസീനന്മാരെന്ന് പറഞ്ഞാൽ അതിന് തുല്യ ഭാവത്തിലുള്ള രണ്ടും അല്ലാത്ത ഭാവത്തിലുള്ള എന്ന് പറയുകയാണ്. അങ്ങനെ ഉദാസീനെ കൊണ്ട് അയാളെ കൊണ്ട് ഒരു കാര്യവും നടക്കില്ല. അതുകൊണ്ടാണ് അയാളും ഹേയനായി തീരുന്നത്. എന്നാലോ മിത്രം ആത്മതുല്യനാണ്, അതുകൊണ്ട് ഉപാധേയൻ ആണ് ആയിത്തീരും ചെയ്യുന്നു. ഇങ്ങനെയാണ് ഇവരെ 2 തരത്തിലാക്കി തീർത്തത് 5-ാമത്തെ ശ്ലോകത്തിൽ. തത്ര താവൽ ക്രിയായോഗോ ഭവതം കിം വിചാരിത അഥവാ ലൗകികസ്തന്മേ പൃച്ഛത സാധുപന്യതം. തത്ര അപ്രകാരമുള്ളവയിൽ താവൽ ഭവതാം ക്രിയായോഗ ഇപ്പോൾ ഈ ഭവന്മാർ ആവിഷ്കരിച്ചുള്ള ഈ കർമ്മപദ്ധതി കിം വിചാരിത വിവരമുള്ളവരായിട്ട് ആലോചിച്ചിട്ടാണോ ചെയ്തുള്ളത്, അതാ വെറും ലൗകിക നാട്ടുതണുപ്പനുസരിച്ച് നടത്തപ്പെടുന്നതാണോ? പൃച്ഛതമേ ഇപ്രകാരം അറിവാൻ ആഗ്രഹിക്കുന്ന എന്നോട് തൽ സാധുപണ്യതാം അത് നന്നായി പറഞ്ഞു തരണേ എന്നാണ് നന്ദഗോപരോട് ചോദിക്കുന്നത്. അപ്പം നന്ദഗോപരതിന് മറുപടി പറയുകയാണ്. നന്ദ ഉവാച നീ പർജന്യോ ഭഗവാനിന്ദ്രോ മേഘ തസ്യാത്മമൂർത്തയാ ഏതി വർഷന്തി ഭൂതാനാം പ്രീണനം ജീവനം പയാ തം താത മയമന്യേ ച വാർമുജം പതിമീശ്വരം രവ്യൈതൽ രേതസാ സിദ്ധൈർ യജന്തേ ക്രതുഭിർനരാ. ഏ താത ഉണ്ണി എന്ന് വിളിച്ചുകൊണ്ടാണ് 9-ാമത്തെ ശ്ലോകത്തിലെ ആ സംബോധന. അത് ആദ്യം തന്നെ പറയാൻ വേണ്ടി പറഞ്ഞാണ് ഞാൻ. എന്താണ് ഈ പർജന്യൻ എന്ന് പറഞ്ഞാൽ മേഘങ്ങളുടെയൊക്കെ അധിപതിയാണ് ആര്? ഇന്ദ്രൻ ഭഗവാൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പർജന്യൻ എന്നുള്ള പേര്. മേഘ തസ്യ ആത്മമൂർത്തി. മേഘങ്ങളൊക്കെ എങ്ങനെയാണ്? അദ്ദേഹത്തിൻ്റെ സ്വരൂപം ഉണ്ടവയാണ്. തേ ഭൂതാനാം പ്രീണനം ജീവനം പയ അഭിവർഷന്തി. ഈ മേഘങ്ങളോ എല്ലാ ജീവജാലങ്ങൾക്കും പ്രീണനമായിട്ടുള്ള അതായത് പ്രീതിജനകവും അതുമാതിരി ജീവദായകവുമായിട്ടുള്ള പയ ജലത്തെ നന്നായി വർഷിക്കുന്നു മേഘങ്ങൾ. അപ്പം അതുകൊണ്ട് ഉണ്ണി നമുക്കും പയം അന്യേ നരാജ മറ്റു ജനങ്ങളും വാർമുജാമ്പതിയും ഈ മേഘങ്ങളുടെ പതിയായിട്ടുള്ള അധിപനായിട്ടുള്ള തം ഈശ്വരം ആ ഇന്ദ്രനെ തത് രേതസ അദ്ദേഹത്തിൻ്റെ രേതസ്സിനാൽ സിദ്ധൈ ദ്രവ്യൈ സിദ്ധിക്കപ്പെട്ട പദാർത്ഥങ്ങൾ കൊണ്ട് ക്രതുഭി യജന്തേ. എന്താണ് അദ്ദേഹത്തിൻ്റെ രേതസാൽ സിദ്ധിക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ ആ മഴ അദ്ദേഹം ധാരാളം പെയ്യും. അതുകൊണ്ട് എന്തുണ്ടാവും? ആ വൃക്ഷത്തിൽ പക്ഷേ നല്ല സമൃദ്ധിയായിട്ട് ഭൂമിയിൽ പല വൃക്ഷങ്ങളും ഫലങ്ങളൊക്കെ ഉണ്ടായി, നല്ല സമ്പത്ത് ധാന്യങ്ങളും ഒക്കെ ഉണ്ടായിത്തീരും. ആ സമ്പത്തുകളാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അംശം യജ്ഞഭാഗമായിട്ട് അതുകൊണ്ട് ഭഗവാനെ ഇന്ദ്രനെ പൂജിക്കേണ്ടത് നമ്മുടെ കടമയാണെന്നാണ്. തച്ചേഷേണോപജീവന്തി ത്രിവർഗബലഹേതവേ പുംസം പുരുഷകാരാണം പർജന്യ ഫലഭാവന. അതിൻ്റെ എന്നിട്ടോ അങ്ങനെ ഇന്ദ്രന് ആ കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉച്ഛിഷ്ടം കൊണ്ട് ത്രിവർഗബലഹേതവേ ധർമ്മം അർത്ഥം കാമം ഇതിൻ്റെയൊക്കെ സിദ്ധിക്ക് വേണ്ടി ഉപജീവനം കഴിക്കണു നമ്മൾ. പുംസാം പുരുഷകാരാണം ജനങ്ങളുടെ ഈ കൃഷ്യാദി പ്രയത്നങ്ങൾക്ക് പർജന്യ മേഘങ്ങളുടെ അധിപനാണ് ഫലമേകുന്നത്. അതുകൊണ്ടാണ് ഇന്ദ്രന് ഈ പൂജ നടത്തുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏവം വിസൃജേൽ ധർമ്മം പാരമ്പര്യാഗതം നരാ കാമാൽ ലോഭൽ ഭയൽ വേഷൽ സവൈ നാപ്നോതി ശോഭനം. ഇനി യനര ഏവം പാരമ്പര്യാഗതം ധർമ്മം
ഇനി യാതൊരാളാണോ ഇപ്രകാരമുള്ള ഈ പരമ്പരാഗതമായിട്ട് നടത്തിപ്പോരുന്ന ഈ സൽക്കർമ്മത്തെ കാമാൽ, ലോഭാൽ, ഭയാൽ, ദ്വേഷാൽ വിസൃജേൽ, അതായത് കാമം കൊണ്ടോ ലോഭം കൊണ്ടോ ഭയം കൊണ്ടോ ദ്വേഷം കൊണ്ടോ ഇങ്ങനെയുള്ള കാരണങ്ങളെ കൊണ്ട് ഇതിനെ ഉപേക്ഷിക്കുന്നത് അയാൾ ശോഭനം ന ആപ്നോതി വൈ, അയാൾ ഒരിക്കലും അഭിവൃദ്ധിയെ പ്രാപിക്കില്ല എന്നാണ് നന്ദഗോപര് പറയണത്. അതാണ് ഭഗവാന്റെ ചോദ്യങ്ങളുടെ ഉത്തരത്തിൽ അടങ്ങിയിട്ടുണ്ട്. എന്താണ്? സംരംഭം, യജ്ഞം നടത്താൻ. ആ യജ്ഞത്തിൻ്റെ ദേവത ആരാണ്? ഇന്ദ്രൻ. ദ്രവ്യം എന്താണ്? ഇന്ദ്രൻ തന്നെ മഴ ചെയ്തിട്ട് കാരണം നൽകിയിട്ടുള്ള അതിൻ്റെ ഒരംശം. ഫലം എന്താണ്? ജീവജാലങ്ങളുടെ നിലനിൽപ്പ് തന്നെ. അപ്പോൾ ആഹാരവും ജലവും ഏതെങ്കിലും രാജാവിനോട് ചോദിച്ചിട്ടല്ല, ഈ നാട്ടുനടപ്പ് അനുസരിച്ചാണെന്നും ആണ് ഈ പ്രവൃത്തി ചെയ്യണത് എന്നും കൂടിയെ സൂചിപ്പിക്കുന്നുണ്ട്. ശ്രീശുവാച വചോ നിശമ്യ നന്ദസ്യ തഥാന്യേഷാം വ്രജൗകസം ഇന്ദ്രായ മന്യും ജനയൻ വിതരം പ്രാഹ കേശവ. ശ്രീശുബ്രഹ്മർഷി പറയുകയാണ്, നന്ദസ്യ തഥാ അന്യേഷാം വ്രജൗകസാം വച നിശമ്യ, നന്ദഗോപരുടെയും അതേ വിധത്തിലുള്ള വേറെയും ഗോപന്മാരുടെയും വാക്കുകൾ കേട്ടിട്ട്, ഗോപന്മാർ നന്ദഗോപര് പറഞ്ഞതിനെ ശരി വെച്ചുകൊണ്ട് മറ്റുള്ള ഗോപന്മാരെയും പറഞ്ഞു അതെ നമ്മൾ അങ്ങനെ ചെയ്യേണ്ടതാണ്, നമ്മുടെ കടമയെന്നൊക്കെയുള്ള രീതിയിൽ അത് കേട്ടിട്ട് കേശവ ശ്രീകൃഷ്ണൻ ഇന്ദ്രായ മന്യും ജനയൻ, ഇന്ദ്രന് കോപം വരുത്താൻ വേണ്ടിയിട്ട് വിതരം പ്രാഹ അച്ഛനോട് ഇപ്രകാരം പറഞ്ഞു. ശ്രീ ഭഗവാനുവാച കർമ്മണാ ജായതേ ജന്തു കർമ്മണൈവ വിലീയതേ സുഖം ദുഃഖം ഭയം ക്ഷേമം കർമ്മണൈവാഭിവദ്ധ്യതേ. അച്ഛാ, ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ. കർമ്മണ ജന്തു ജായതേ, ഒരാൾ ചെയ്യുന്ന കർമ്മം കൊണ്ടാണ് ആ ജീവി ജനിക്കുന്നത്. കർമ്മണായേവ വിലീയതേ, അയാൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് മരിക്കുന്നതും. അതുമാതിരി സുഖം ദുഃഖം ഭയം ക്ഷേമം ഇതെല്ലാം അവനോൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമായിട്ട് കിട്ടുന്നതാണ് പ്രാപിക്കുകയും ചെയ്യുന്നത്. അസ്ഥി ചെയ്യിൽ ഈശ്വര കശ്ചിൽ പരൂപ്യ അന്യകർമ്മണം കർത്താരം ഭജതേ സോഭി നഹ്യകർത്തു പ്രഭുർഹിസാ. നീ അന്യകർമ്മണം ഫലരൂപി, മറ്റുള്ളവരുടെ കർമ്മങ്ങൾക്ക് അതിൻ്റെ ഫലരൂപിയായിട്ട് കശ്ചിൽ ഒരു ഈശ്വരൻ ഉണ്ടെന്ന് വിചാരിക്കുക. അസ്ഥി ചേൽ ഉണ്ടെങ്കിൽ സഭി അദ്ദേഹവും കർത്താരം കർമ്മം ചെയ്യുന്നവനെ ഭജതേ അവലംബിക്കുന്നു. സഹി അങ്ങനെയുള്ളവൻ അകർത്തു കർമ്മം ചെയ്യാത്തവന് പ്രഭു നഹി ഫലം നൽകാൻ പ്രാപ്തനാവുകയില്ലല്ലോ. ഭഗവാന്റെ യുക്തി നോക്കി നോക്കൂ. എന്താണ്? ഈശ്വരനാണ്, ഇന്ദ്രനാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലമാണ് നമ്മൾ അനുഭവിക്കേണ്ടത്. ചീത്ത കർമ്മങ്ങൾ ചെയ്താൽ ചീത്തഫലം അനുഭവിക്കും, നല്ല ഫലങ്ങൾ ചെയ്താൽ കർമ്മം ചെയ്താൽ നല്ല ഫലം അനുഭവിക്കും. അപ്പോൾ അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു ഈശ്വരനാണെന്നൊക്കെ നിയന്ത്രിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഈശ്വരനും എന്തിനാണ്? നമ്മൾ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ച് മാത്രമേ ഈശ്വരനും അതിന് ഫലം നൽകാൻ നിവൃത്തിയുള്ളൂ. അപ്പോൾ കർമ്മം ഒന്നും ചെയ്തില്ല എന്ന് വിചാരിക്കുക എന്താണ്? ഈശ്വരന് ഫലം നൽകാനോ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല എന്ന് പറയുകയാണ്. കിമിന്ദ്രേണേക ഭൂതാനം സ്വസ്വകർമാനുവർത്തിനം അനീശേനാന്യഥാകർത്തും സ്വഭാവവിഹിതം നൃണാം. ഇവിടെ സ്വസ്വകർമ്മ അനുവർത്തിനാം ഭൂതാനാം നൃണാം, അതായത് അവനവൻ്റെ കർമ്മങ്ങളുടെ അനുസരിച്ചിട്ട് ഈ ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും സ്വഭാവവിഹിതം തങ്ങളുടെ സഹജമായിട്ടുള്ള സ്വഭാവത്തിനനുസരിച്ചുള്ള കർമ്മഫലത്തെ ഉണ്ടാക്കി തീർക്കുന്ന കർമ്മങ്ങളാണ്. അതിനെ അന്യതാകർത്തും മറിച്ചാക്കാൻ വേറെ ആൾക്ക് കഴിവില്ല, കർമ്മങ്ങൾക്ക് തന്നെ കഴിയുള്ളൂ. അപ്പോൾ ഇന്ദ്രനത് കഴിയില്ല. അപ്പോൾ അനീശേന ഇന്ദ്രേണ ഖിം, അങ്ങനെ ആ കർമ്മങ്ങൾക്ക് മറുഫലം ചെയ്തുള്ള പ്രവൃത്തികൾക്ക് വിപരീത ഫലം നൽകാൻ ഈശ്വരന് അശക്തനാണ്. അങ്ങനെയുള്ള ഈശ്വരനെ കൊണ്ട് എന്താ കാര്യം? നമ്മൾ നല്ല പ്രവൃത്തികൾ ചെയ്താൽ അതിൻ്റെ ഫലം നമുക്ക് അനുഭവിക്കും. അതിന് ഇന്ദ്രനൊന്നും ഇടയിൽ ആവശ്യമില്ല എന്നാണ് ഭഗവാന്റെ യുക്തിവാദം. ഇത് യുക്തിവാദം എങ്ങനെയാണ്? ഭഗവാന്റെ വാക്യത്തിൻ്റെ സാരം എന്താണ്? പ്രാരബ്ധം അനുഭവിക്കുക, അല്ലാണ്ട് അതിനെ മാറ്റിമറിക്കാൻ ആർക്കും സാധ്യമല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അതിന് പ്രാപ്തനായിട്ടുള്ള ഒരു ഈശ്വരൻ ഉണ്ടെങ്കിൽ അദ്ദേഹം കർമ്മത്തിന് അധീനനാണ്. കർമ്മം ചെയ്യുന്നവരുടെ കർമ്മത്തിൽ ഭാഗവാക്കുമാകണം. അങ്ങനെ ആയാൽ എങ്ങനെയാണ് ഈ നൈഷ്കർമ്മ്യ അവസ്ഥയിലെത്തിയുള്ള മുമുക്ഷുക്കൾക്ക് ഫലം നൽകാൻ ആ ഈശ്വരന് കഴിവില്ല എന്ന് പറയേണ്ടി വരും. അങ്ങനത്തെ ഒരാൾ ഈശ്വരനല്ല എന്നാണ്. അപ്പോൾ ഇതിലൊക്കെ യഥാർത്ഥത്തിൽ ഈ ദേവതകളുടെയൊക്കെ മീതിയായിട്ട് സാക്ഷാൽ ഈശ്വരനുണ്ട്. ആ ഈശ്വരനെയാണ് ഭജിച്ചാലാണ് മോക്ഷം ലഭിക്കും. ഇതൊക്കെ ഇതിൻ്റെ ഒന്നും ചില ഓരോരോ ദേവകൾ
വെറുതെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. അവനവൻ്റെ കർമ്മങ്ങൾക്കനുസരിച്ചുള്ള ഫലം പ്രാരബ്ധങ്ങൾക്ക് കൊണ്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതിനുവേണ്ടി കൂടുതലായിട്ട് പ്രവർത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്വഭാവതന്ത്രോ ഹി ജന സ്വഭാവമനുവർത്തതേ സ്വഭാവസ്ഥമിതം സർവം സദേവാസുരമാനുഷം. അയം ജന, ഈ ജനം സ്വഭാവതന്ത്ര, അവനവൻ്റെ ഈ സ്വഭാവം എങ്ങനെ ഉണ്ടാവുന്നത്? പൂർവ്വകർമ്മങ്ങളുടെ ഫലത്തിനായി അധീനമായിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പം ആ സ്വഭാവത്തിന് അധീനനാണ് ഓരോരുത്തരും. ഹി, അതിനാൽ സ്വഭാവം ആ പൂർവ്വജന്മ സംസ്കാരത്തെ അനുവർത്തതയെ പിന്തുടരുന്നു. സദേവ ആസുരമാനു, ദേവന്മാര്, അസുരന്മാര്, മനുഷ്യര്, ഇവരെല്ലാവരും ഇങ്ങനെ അവനവൻ്റെ സ്വഭാവത്തിനനുസൃതമായിട്ടുള്ള സംസ്കാരത്തിലാണ് നിലകൊള്ളുന്നത്. മനുഷ്യർ മാത്രമല്ല. ദേഹാനുച്ചാവജന്തു പ്രാപ്യോത്സൃജതി കർമ്മണ ശത്രുമിത്രമുദാസീന കർമ്മൈവ ഗുരുരീശ്വര. ജന്തു കർമ്മണ ഉച്ചാവജാൻ ദേഹാൻ പ്രാപ്യ. ഒരു ജീവാത്മാവ് ആ താൻ ചെയ്ത കർമ്മങ്ങളുടെ ഫലത്തിനനുസരിച്ച്, അതായത് നല്ല കർമ്മങ്ങളാണെച്ചാൽ ഉച്ച പ്രദേശങ്ങളിലേക്ക് പോവും, അല്ലാന്നുണ്ടെങ്കിലും നീച വഴികളിൽ പോയി ജനിക്കും. അങ്ങനെ പിന്നീട് അവയെ ഉത്സരിച്ചത് പിന്നീട് അതിനെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ശത്രു മിത്രം ഉദാസീനം, ശത്രു മിത്രം ഉദാസീനൻ ഗുരു ഈശ്വര, ഇതെല്ലാം ആലോചിച്ച് നോക്കിയാൽ യഥാർത്ഥത്തിൽ ആരാണ്? നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാണ് എന്ന് പറയുകയാണ് ഭഗവാൻ. തസ്മാൽ സംഭൂജയേൽ കർമ്മ സ്വഭാവസ്ഥ സ്വകർമ്മകൾ അഞ്ജസായേന വർത്തേത തദേവാസ്യ ഹി ദൈവതം. തസ്മാൽ, ആ കാരണം കൊണ്ട്, കർമ്മ സംഭൂജയിൽ, നമ്മൾ നമ്മുടെ കർമ്മത്തെ നന്നായി ആദരിക്കണം. അതാണ് വേണ്ടത്. സ്വഭാവസ്ഥ, ആ കർമ്മ സംസ്കാരത്തിനനുസൃതമായിട്ട് സ്വകർമ്മകൾ, സ്വകർമ്മത്തെ അനുഷ്ഠിക്കും വേണം. ഏന, ആരെക്കൊണ്ട്, അഞ്ജസ സൗഖ്യത്തോടെ വർത്തേത ജീവിക്കുന്നുവോ, തത് ഏവഹി അതുതന്നെയാണ് അസ്യ ഇവൻ്റെ ദേവത. ആരെക്കൊണ്ട്, നമ്മുടെ കർമ്മത്തിന് അനുസൃതമായിട്ട് ആരാണ് നമ്മളെ സഹായിക്കുന്നത് ആ കർമ്മങ്ങൾ വേണ്ട രീതിയിൽ നടത്താൻ, അവനാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ദേവത എന്ന് പറയുകയാണ്. ആജീവ്യേകതരം ഭാവം യസ്ത്വന്യമുപജീവതി ന തസ്മാൽ വിന്ദതേ ക്ഷേമം ജാരം നരി അസതീയഥാ. ഏകതരം ഭാവം ആജീവ്യം, അതായത് അങ്ങനെ ഏതെങ്കിലും ഒരു സങ്കല്പത്തെ ഉപജീവന മാർഗമാണെന്ന് ആരാണോ കരുതുന്നത് അവൻ അന്യം വേറൊന്നിനെ ഉപജീവതി ഉപാസിപ്പാൻ തുടങ്ങിയാൽ എന്തുണ്ടാവും? തസ്മാൽ ക്ഷേമം ന വിന്ദതേ, അതുകൊണ്ട് വേണ്ട രീതിയിലുള്ള ക്ഷേമം ലഭിക്കില്ല. ഏത് മാതിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ അസതി നാരി ജാരം യഥാ, ഒരു അസതിയായാലും ദുർവൃത്തിയായിട്ടുള്ള ഒരു സ്ത്രീ ഒരു ജാരനെ പ്രാപിക്കുന്ന പോലെയാണ്. അത് യഥാർത്ഥത്തിൽ നമ്മുടെ കർമ്മത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ദേവതയാണ് നമ്മൾ ഭജിക്കേണ്ടത്. അല്ലാണ്ട് ഇന്ദ്രനെ ഭജിച്ചിട്ട് അങ്ങനെ അല്ല വേണ്ടതെന്നാണ് ഇവിടെ ഭഗവാൻ സൂചിപ്പിക്കുന്നത്. കർമ്മത്തിൻ്റെ ദേവത ആരാന്നൊക്കെ ഇനി പറയും. വർത്തേത ബ്രഹ്മണാ വിപ്രോ രാജന്യോ രക്ഷയാഭുവ വൈശ്യസ്തു വാർത്തയാ ജീവേൽ ശൂദ്രസ്തു ദ്വിജസേവയാ. പ്രായേണ ഓരോ ആശ്രമങ്ങൾക്കനുസരിച്ച് വിപ്ര ബ്രഹ്മണ, ബ്രാഹ്മണൻ വേദം കൊണ്ടും, ക്ഷത്രിയൻ രാജന്യ ക്ഷത്രിയ ഭുവ രക്ഷയ രാജ്യഭരണം കൊണ്ടും വർത്തേത വർത്തിക്കണം. വൈശ്യൻ വാർത്തയ കൃഷി വാണിജ്യം ഈ പ്രവൃത്തികളാലും, ശൂദ്രൻ ദ്വിജസേവയ ബ്രാഹ്മണരുടെ സേവ കൊണ്ടും ജീവിക്കേണ്ടതാണ്. അങ്ങനെയാണ് ആശ്രമങ്ങളുടെ പൊതു നിയമം. അങ്ങനെയുള്ള നിഷ്കാമമായിട്ട് ഈ സ്വധർമ്മം അനുഷ്ഠിച്ചാൽ അത് തന്നെ ശ്രേയസ്കരാണ്. ഇവിടെ സകാമം എന്നത് കണ്ടിട്ടാണ് ഭഗവാൻ ഇത്രയും പറഞ്ഞതെന്ന് പറയാൻ. അതുകൊണ്ട് സ്വധർമ്മം എന്തെന്ന് കൂടി ഓർമ്മിപ്പിച്ച് അതൊന്ന് അനുഷ്ഠിക്കാൻ വേണ്ടി ഉപദേശിക്കുകയാണ് ഭഗവാൻ. എന്താണ് നമ്മുടെ സ്വധർമ്മം എന്ന് ചോദിക്കുക പറയുകയാണെങ്കിലോടെ കൃഷി വാണിജ്യ ഗോരക്ഷ കുസീതം തുര്യമുച്യതേ വാർത്താ ചതുർവിധാ തത്ര വയം ഗോവൃത്തയോനിശം. വാർത്ത, അതായത് വൈശ്യന്മാരുടെ ധർമ്മം, ചതുർവിധ 4 വിധമെന്ന് ഉച്യതേ പറയപ്പെടുന്നുണ്ട്. കൃഷി വാണിജ്യ ഗോരക്ഷ തുര്യം കുസീതം, അതായത് കൃഷി, കച്ചവടം, ഗോരക്ഷ, 4മതായിട്ട് കുസീതം എന്ന് പറഞ്ഞാൽ പലിശയ്ക്ക് പണം കടം കൊടുക്കാം. തത്ര വയം, അതിൽ ഈ 4 പറഞ്ഞ മാർഗങ്ങളിൽ നമ്മളും വൈശ്യന്മാരാണ്. നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത്? അതിൽ നാം അനിശം ഗോവൃത്തയ പശുപാലകന്മാരായിട്ടാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. സത്വം രജസ്തമൈരി സ്ഥിത്യുൽപത്യന്തഹേതവ രജസോൽപദ്യതേ വിശ്വം അന്യോന്യം വിവിധം ജഗൽ. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരം എല്ലാറ്റിനും എങ്ങനെയാണ്? സ്ഥിതി, ഉൽപ്പത്തി,
എന്താ ഇതിൻ്റെയൊക്കെ കാരണം യഥാർത്ഥ കർമ്മം ആരാണ്? സത്വം, രജസ്, തമസ്, ഇങ്ങനെ 3 ഈ ഗുണങ്ങളാണ്. അതിലാണ് ദേഹത്തിൻ്റെ സത്വഗുണം കൊണ്ട് സ്ഥിതി ഉണ്ടാവും. രജോ ഗുണം കൊണ്ട് പരസ്പരം ബന്ധം, അന്യോന്യം ബന്ധം ഹേതുവായിട്ട് വിവിധം വിശ്വം ജഗൽ ഉൽപ്പദ്യത, പല വിധത്തിലുള്ള ഈ പ്രപഞ്ചം ഉദയം കൊള്ളുന്നു. അതുമാതിരി രജസാ ചോദിതാ മേഘ വർഷന്തി അമ്പൂനി സർവദാ പ്രജാസ്തൈരൈവ സിദ്ധ്യന്തി മഹേന്ദ്ര കിംകരിഷ്യതി. ഈ രാജസ സ്വഭാവത്താൽ ചോദിത പ്രേരിപ്പിക്കപ്പെട്ടിട്ടാണ് ഈ സൃഷ്ടിയുന്മുഖമായിട്ടുള്ള, അതായത് രജോ ഗുണം, ക്രിയാത്മകത, അതിന് വിരുദ്ധമുള്ള മേഘങ്ങൾ എന്ത് ചെയ്യണു? എല്ലായിടത്തും മേഘങ്ങൾ അമ്പൂനി വർഷന്തി, ജലം വർഷിക്കുന്നത്. തയ്യേവ, അതിനാൽ തന്നെ പ്രജാ സിദ്ധ്യന്തി, ജനങ്ങൾക്ക് അവരുടെ കാര്യങ്ങളെല്ലാം നടന്നു വരും ചെയ്യുന്നു. മഹേന്ദ്ര കിംകരിഷ്യതി, ഇതിലെ ദേവേന്ദ്രൻ്റെ പ്രവൃത്തി എന്താണ് എന്നാണ് ചോദിക്കുന്നത്. നപ്പുരോ ജനപദ ന ഗ്രാമ ന ഗൃഹാവയം നിത്യം വനൗകസസ്താത വനശൈല നിവാസിന. ഏ താത, അല്ലയോ പിതാവേ, നമുക്ക് ജനപദ, നാടോ പുര നഗരങ്ങളോ ഗ്രാമങ്ങളോ ഒന്നുമില്ല. ഗൃഹാണ, നമുക്ക് സ്വന്തമായിട്ട് വീടുകൾ പോലും ഇല്ല. വയം നിത്യം വനശൈല നിവാസന, നമ്മളിങ്ങനെ കാട്ടിലും പർവ്വതത്തിൻ്റെ താഴ്വരകളിലൊക്കെ അങ്ങനെ കഴിഞ്ഞു കൂടുന്നവരല്ലേ വനൗകസ. അങ്ങനെ പറഞ്ഞാൽ വനവാസികളാണ് നമ്മൾ. ഇവിടെ നേരത്തെ പറഞ്ഞില്ലേ, ഇന്ദ്രായ മന്യും ജനയെന്ന് ആ ഒരു ലക്ഷ്യപ്രാപ്തിക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാം ചെയ്യുകയാണ്. എന്താണ്? ഇന്ദ്രനെ യജിക്കരുത് എന്ന് പറയുന്നത് മാത്രമല്ല ചെയ്ത്, ഇന്ദ്രൻ്റെ ശത്രുവർഗത്തിൽപ്പെട്ട ആളാണ് പർവ്വതം. ആ പർവ്വതത്തിനെ യജിക്കണം എന്നും കൂടി ഇനിയാണ് ഭഗവാൻ പറയാൻ പോണത്. ഇല്ലേ, ഇന്ദ്രൻ അതിനെ പരീക്ഷ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഭഗവാന്റെ ഉദ്യമത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. ഇന്ദ്രൻ്റെ ശത്രുക്കളായിരുന്നല്ലോ പർവ്വതങ്ങൾ. എന്നിട്ടാണ് പർവ്വതങ്ങളിലൊക്കെ ചിറക് വെട്ടിയതൊക്കെ പണ്ട് ഭഗവാൻ. അതുകൊണ്ട് ഇവിടെ ഭഗവാൻ ഇപ്പോൾ പറയുകയാണ്, തസ്മാൽ ഗവം ബ്രാഹ്മണാനാം ആദ്രേശ്ചാരഭ്യതം മഖ യ ഇന്ദ്രിയാഗസംഭാരാൽ സ്ഥൈരയം സദ്യതം മഖ. തസ്മാൽ, അതുകൊണ്ട് മറ്റു ഗോപവൃദ്ധന്മാരെ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ഈ ഇന്ദ്രിയാഗ സംഭാര, ഈ ഇന്ദ്രിയാഗത്തിന് വേണ്ടി എന്തൊക്കെ ഒരുക്കുമാനങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ആ അവകൾ കൊണ്ട് ഗവാം ബ്രാഹ്മണാനാം ആദ്രേച്ച, ഗോക്കൾക്കും ബ്രാഹ്മണന്മാർക്കും പർവ്വതത്തിനും വേണ്ടി മഖ ആരഭ്യതാം, ശ്രേഷ്ഠമായിട്ടുള്ളൊരു യാഗം ആരംഭിക്കപ്പെടട്ടെ എന്നാണ്. അത് സാധ്യതാം, അങ്ങനെയുള്ള യജ്ഞം നടത്തപ്പെടട്ടെ എന്നാണ് പറയുന്നത് ഭഗവാൻ. ഈ ഗോവർദ്ധന പർവ്വതം ആരാണെന്നും കൂടി, ഗോവർദ്ധന എന്ന പർവ്വതം തന്നെ ഒരു ദേവതാ സ്വരൂപമാണെന്ന് ചില പുരാണങ്ങളിലൊക്കെ ഉണ്ട്. അതായത് പൂർവ്വകൽപ്പത്തിൽ ഗോവർദ്ധനൻ എന്ന് പേരായിട്ടുള്ള ബ്രാഹ്മണൻ മഹാവിഷ്ണുവിനെ ഭജിച്ചു. ആ ബ്രാഹ്മണൻ്റെ അഭ്യർത്ഥന മാനിച്ചത് ഭഗവാൻ ഒരു പർവ്വതരൂപം ധരിച്ചു. ബ്രാഹ്മണൻ അതിൽ ലയിച്ച് അങ്ങോട്ട് സാരൂപ്യം പ്രാപിക്കുകയും ചെയ്തു എന്നൊരു ചരിത്രം നാരദീയ പുരാണത്തിലുണ്ടതാണ്. ആ കൃഷ്ണാവതാര കാലത്ത് ഭഗവാൻ ആ ബ്രാഹ്മണൻ്റെ സ്മരണയ്ക്കായിട്ടാണ് അത്ര ഈ ഗോവർദ്ധന പൂജ നടത്തിയത് എന്ന് അതിൽ പറയുന്നുണ്ട്. അച്യന്തം വിവിധാപാക സൂപാന്താ പായസാദയ സംയാവാപൂപശൽക്കുല്യ സർവദോഹശ്ച ഗൃഹ്യതാം. പിന്നെ ഭഗവാൻ അങ്ങനെ നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. എന്താണ്? നല്ല നല്ല ഒരുക്കുമാനങ്ങളൊക്കെ തുടങ്ങിക്കോളൂ. സൂപാന്ത, നല്ല പരിപ്പിൽ സമാപിക്കുന്ന പായസാദികളായിട്ടുള്ള വിവിധ പലതരം ആഹാര സാധനങ്ങൾ ഉണ്ടായിക്കോളൂ. പരിപ്രഥമൻ, ചെറുപയർ കൊണ്ടുള്ള മാതിരി പലതരത്തിലുള്ള പായസങ്ങൾ എല്ലാം ഉണ്ടാക്കിക്കോളൂ. പിന്നെയോ പച്യന്താം സംയാവ ആപൂഷ്പ ഷഷ്കുല്യ, യവം കൊണ്ടുള്ള പലഹാരം, അപ്പം, മുറുക്ക്, ഇതെല്ലാം പാകം ചെയ്ത് ഉണ്ടാക്കണം. പിന്നെയോ സർവ്വദോഹ, എല്ലാവിധത്തിലുള്ള ഗോരസങ്ങളും വേണം. ഇതെല്ലാം സംഭരിച്ച് വെച്ചിട്ട് എന്തിനു ചെയ്യണം? ഹൂയന്തം അഗ്നയ സമ്യക് ബ്രാഹ്മണൈ ബ്രഹ്മവാദിഭി അന്നം ബഹുവിധം ദേവ്യോ ദേയം വോ ദേനു ദക്ഷിണ എന്ന് ബ്രഹ്മവാദിവി ബ്രാഹ്മണൈ അഗ്നയ സമ്യക് ഹൂയന്തം. നല്ല വേദജ്ഞന്മാരായുള്ള ബ്രാഹ്മണരെ ക്ഷണിച്ച് വരുത്തിയിട്ട് അവരെക്കൊണ്ട് ശ്രോതാഗ്നികളൊക്കെ നന്നായിട്ട് ഹോമിക്കപ്പെടട്ടെ. ഭവാന്മാരാൽ ബഹുവിധം, അവർക്ക് പല പ്രകാരത്തിലുള്ള അന്നം ദേയം, ഭക്ഷ്യപദാർത്ഥങ്ങളൊക്കെ ബ്രാഹ്മണരെ കൊണ്ട് സന്തോഷിപ്പിക്കണം എന്നു മാത്രമല്ല അവർക്ക് ദേനു ദക്ഷിണ, പശുദാനോ ദക്ഷിണയും ഒക്കെ നൽകണം എന്ന് പറയുകയാണ്. അന്യേഭ്യ അശ്വചാണ്ഡാല അതിദേഭ്യോ യഥാർഹത
യവസം ച ഗവം ദത്വാ ഗിരയേദീയതാം ബലി. അതിനുശേഷം ആശ്വചാണ്ടാലപതിദേഭ്യ ഏറ്റവും നീച ജാതിയിലുള്ള ശ്വാവിനെ ഭുജിക്കുന്നവരെ ചണ്ടാലന്മാരെ അവരടക്കം എല്ലാവർക്കും യഥാർഹത യഥായോഗ്യം അന്നദാനാദികൾ ചെയ്യണം. പിന്നെയോ ഗവാം പശുക്കൾക്ക് നല്ല യവസം നല്ല ഇളം പുല്ല് തത്വ തിന്നാൻ കൊടുത്ത് അതിനുശേഷം ഗിരയെ ബലി ഇതിനെല്ലാം പശുക്കളെയും പൂജിച്ചതിന് ശേഷം ആ ഗോവർദ്ധന പർവ്വതത്തിന് ബലി നൽകപ്പെടട്ടെ. ബലി കൃത്യമായിട്ട് ബലി ചെയ്യണം ഗോവർദ്ധന പർവ്വതത്തിന്. സ്വലങ്കൃതാഭുക്തവന്ത സ്വനുലിപ്താ സുവാസസ പ്രദക്ഷിണം ച ഗുരുതാ ഗോവിപ്രാനലപർവ്വതൻ. അതിനുശേഷം നമ്മളെല്ലാവരും സുവാസസ കുളിച്ച് നല്ല വസ്ത്രമൊക്കെ ധരിച്ച് സ്വനുലിപ്ത കുറിക്കൂട്ടുകളൊക്കെ അണിഞ്ഞ് സ്വലങ്കൃത നന്നായി അലങ്കരിച്ച് ഭുക്തവന്തം ഗോവിപ്രാനല പർവ്വതം ഇങ്ങനെ നന്നായി ഭക്ഷണം കഴിച്ച് പ്രീതിപ്പെടുത്തിയുള്ള പശുക്കളെയും ബ്രാഹ്മണരെയും അഗ്നികളെയും പർവ്വതത്തെയും പ്രദക്ഷിണം കുരുതജ പ്രദക്ഷിണം വയ്ക്കും വേണമെന്ന്. ഏതന്മമ മതം താത ക്രിയതം യതി രോചതേ അയം ഗോ ബ്രാഹ്മണാദ്രീണം മഹ്യം ച ദൈതോ മത. ഹേ താത അച്ഛ ഇതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് രോചതേ യതി ഭവാന്മാർക്ക് സമ്മതാണെങ്കിൽ ഗോബ്രാഹ്മണാദ്രീണം ഗോക്കൾക്കും ബ്രാഹ്മണർക്കും ഗോവർദ്ധന പർവ്വതത്തിനും മഹ്യം ച എനിക്കും കൂടി ദൈത ഇഷ്ടപ്പെട്ടതായിട്ടുള്ള അയം മഖ ഈ യജ്ഞം ക്രിയതാം നടത്തപ്പെടട്ടെ. അതായത് ഇവിടെ മഹ്യം എന്ന് പറയാൻ കാരണം എന്താ, അവിടെ ഭഗവാൻ തന്നെയാണ് ഗോവർദ്ധന. നേരത്തെ പറഞ്ഞു ഗോവർദ്ധനവും ദേവതാ സ്വരൂപമാണ്, ഭഗവാന്റെ സ്വരൂപമാണെന്ന് പറഞ്ഞു. അപ്പം ഈ യാഗം ആ ഗോവർദ്ധന പർവ്വതത്തെ ഉദ്ദേശിച്ച ആരാണ്? യജ്ഞസ്വരൂപിയുള്ള ഭഗവാനെ ഉദ്ദേശിച്ചിട്ടാണ്. അപ്പം അതുകൊണ്ട് ഭഗവാനും തൃപ്തിപ്പെടുന്നതാണ് ഈ ഇതിൻ്റെ സൂചന. ശ്രീശുഗൗവാച കാലാത്മനാ ഭഗവത ശക്രദർപ്പം ജിഗാം സദാ പ്രോക്തം നിശമ്യനന്ദാദ്യ സാധ്വഗൃഹ്ണന്ത തദ്വച തഥാച യദതു സർവം യഥാഹമധുസൂദന വാചയിത്വാ സ്വസ്ത്യയനം തദ്ദ്രവ്യേണ വിജാൻ ഉപഹൃത്യ ബലിൻ സർവൻ ആദൃതായവസംഗവം ഗോദനാനി പുരസ്കൃത്യ ചക്രുപ്രദക്ഷിണം അനാംസ്യനരുദ്യുക്താനി തേ ചാരുഹ്യ സ്വലംകൃത ഗോപ്യശ്ച കൃഷ്ണവീര്യാണി സർവിരാശിഷ. പിന്നെ ശ്രീ സുബ്രഹ്മണ്യ പറയാണ് ആ ഗംഭീരായുള്ള യജ്ഞത്തിനെ പറ്റി പറയാണ്. എന്താണ് ആ കാലാത്മനാ ഭഗവത ശർക്കദർപ്പം ജിഗാംസത ഇന്ദ്രന്റെ ഗർഭിനെ ശമിപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടുള്ള കാലസ്വരൂപിയായ ഭഗവാന്റെ ആ ഉദ്ദേശത്തോടു കൂടി ഭഗവാൻ പറഞ്ഞത് നന്ദഗോപര് മുതലായവരെല്ലാം ശ്രദ്ധിച്ചു കേട്ട് അവരെ വളരെ ശരിയാണ് കണ്ണം പറഞ്ഞത് ഇനി അനുമോദിച്ചു. എന്നിട്ട് അദ്ദേഹം ഭഗവാൻ നിർദ്ദേശിച്ച പ്രകാരം കാര്യങ്ങളൊക്കെ നടത്തിയെന്ന് പറയണം. ബ്രാഹ്മണരെ കൊണ്ട് സ്വസ്തിവാചനം ചെയ്യിച്ച് ഇന്ദ്രയാഗത്തിനൊരുക്കിയുള്ള സാമഗ്രികളെ കൊണ്ട് ഗോവർദ്ധനത്തിന് നൈവേദ്യങ്ങളൊക്കെ സമർപ്പിച്ചു. ബ്രാഹ്മണർക്ക് സദ്യയൊക്കെ കൊടുത്തു, പശുക്കൾക്ക് പുല്ലൊക്കെ കൊടുത്ത് ബ്രാഹ്മണരുടെ ആശീർവാദമൊക്കെ മേടിച്ച് പശുക്കളെയൊക്കെ മുമ്പ് നടത്തി നന്ദാദികൾ നന്നായി അലങ്കരിച്ചിട്ട് ഭഗവാനെയും ഭഗവാന്റെ അവതാരങ്ങളെയൊക്കെ അങ്ങനെ പാടി പോഴ്ത്തിക്കൊണ്ട് ഗോപികമാരെയും എല്ലാം കൂട്ടിക്കൊണ്ട് ആ കാളകളെയൊക്കെ കൂട്ടിയിട്ടുള്ള വണ്ടികളിലങ്ങനെ ഗോവർദ്ധന പർവ്വതം മുഴുവൻ അങ്ങനെ പ്രദക്ഷിണം നടത്തി കേട്ടോ. ആ സമയത്ത് കൃഷ്ണസ്തു അന്യതമം രൂപം ഗോപവിശ്രംഭണം ഗതാ ശൈലോസ്മീരി ബ്രുവൻ ഭൂരി ബലിമാതൃഹൂ. ഈ സമയത്ത് ഭഗവാൻ വേറൊരു രൂപം സ്വീകരിച്ചിട്ടോ. അത് ഗോപന്മാർക്കും മറ്റും വിശ്വാസം ഞാൻ ഗോവർദ്ധന പർവ്വതാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള രൂപത്തിൽ ഭഗവാൻ അവിടെയുണ്ട് നിന്നു എന്ന് പറയുകയാണ്. തസ്മൈ നമോ വ്രജജനൈ സഹചക്രേൽമനാത്മനെ അഹോ പശ്യത ശൈലോസൗരൂപി നോനുഗ്രഹം വ്യതാൽ ഏതോ വജാനതോ മർത്യാൻ കാമരൂപീവനൗഗസ ഹന്തിഹ്യസ്മൈ നമസ്യാമ സർമ്മണേ ആത്മനോ ഗവാം ഇത്യത്രിഗോദ്വിജമഹം വാസുദേവ പ്രണോദിത യഥാ വിധായതേ ഗോവാ സഹകൃഷ്ണാവ്രജം യയൗ. ഈ ഭഗവാൻ തന്നെ വേറെ രൂപം ധരിച്ചിട്ട് എന്ത് ചെയ്തു? ആ നൈവേദ്യങ്ങളെല്ലാം
സ്വയം അങ്ങോട്ട് ഭുജിച്ചു എന്നിട്ടോ. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ ഇപ്പുറത്ത് ഇരിക്കേണ്ടത് ഭഗവാൻ വേറെ രൂപത്തിൽ കൊണ്ടാണ് പർവ്വതം എത്തുന്നത്. ഇവിടെ ഭഗവാൻ എന്ത് പറഞ്ഞു, ശ്രീകൃഷ്ണൻ എന്ത് പറഞ്ഞു നോക്കൂ, അതാ ഭഗവാൻ തന്നെ ആ പർവ്വതം തന്നെ നമ്മളെ അനുഗ്രഹിച്ചിരിക്കണോ മഹത്തായ രൂപം ധരിച്ചിട്ട്. ഇനി നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഈ പർവ്വതത്തിന് ഇഷ്ടമുള്ള ആ രൂപം ധരിക്കാമെന്നായപ്പോൾ നമുക്ക് എല്ലാം കണ്ടു കഴിഞ്ഞില്ലേ. അതുകൊണ്ട് എന്ത് ആപത്തുണ്ടായിച്ചാലും ഈ വനവാസികളെ അവഹേളിക്കുന്ന എല്ലാവരെയും ഭഗവാൻ ഈ പർവ്വതം തന്നെ വന്ന് നശിപ്പിക്കും, പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെയും ഗോക്കളുടെയും ക്ഷേമത്തിനായിട്ട് ഈ പർവ്വതരാജനെ നോക്കി എല്ലാവർക്കും നമസ്കരിക്കാം എന്നൊക്കെ പറഞ്ഞു ഭഗവാൻ. അപ്പോൾ എല്ലാവരും ആ ഗോവർദ്ധന ഭഗവത്തിനെ അങ്ങനെ നമസ്കരിക്കുകയും ചെയ്തു. ഇങ്ങനെ ആ ഭഗവാനാൽ പ്രേരിതരായിട്ടുള്ള നന്ദപ്രഭൃതികളെല്ലാവരും പർവ്വതത്തിനും പശുക്കൾക്കും ബ്രാഹ്മണർക്ക് വേണ്ട വിധത്തിലെ യാഗകർമ്മങ്ങളെ സമർപ്പിച്ച് ഭഗവാന്റെ കൂടെ തിരിച്ച് ഗോകുലത്തിലേക്ക് മടങ്ങും ചെയ്തു. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ ചതുർവിംശോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.